ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനോട് വേദ പറയുകയാണ്, എനിക്ക് 7 അടി പ്രദക്ഷിണം ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ 7 അതെ 7 ചെയ്യാനുണ്ട് വിക്രത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വേദ അടി പ്രദക്ഷിണം ചെയ്യുന്നത് നോക്കിയിട്ട് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതും മുത്തശ്ശിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് മാലിട്ടതും അതുപോലെ കാട്ടിൽ വെച്ചിട്ട് വേദന എടുത്തുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ വിക്രമിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതിനകത്തൊക്കെ ഓർത്തിരിക്കുമ്പോഴേക്കും വേദ അടിപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേദ വന്നതൊന്നും വിക്രം അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഹലോ, എന്താ അത് ഓർത്തിരിക്കുന്നത്, എവിടെയാന്ന് ചോദിക്കും കേട്ടോ വേദ. അന്നേരം വിക്രം പറയാണ്, ഞാൻ തന്നെക്കുറിച്ച് ഓർക്കായിരുന്നു. എന്നെക്കുറിച്ചോ? വിക്രസ്വാമി എന്തായാലും നല്ലതൊന്നും ഓർക്കാൻ സാധ്യതയില്ല എന്നെക്കുറിച്ചെന്ന് പറയും. അപ്പോൾ എന്താ ഓർത്തത്? അപ്പോൾ വിക്രം ചോദിക്കണം, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം അറിയുമോ എന്ന് ചോദിക്കുകയാണേ. ഞാനിപ്പോൾ ഇരിക്കുന്നത് അമ്പലനടയിലല്ലേ, പോരാത്തിന് വിക്രം സ്വാമി. അപ്പോൾ പിന്നെ ഞാൻ സത്യം മാത്രമേ പറയൂ, ധൈര്യമായിട്ട് ചോദിച്ചോളാൻ പറയും. അപ്പോൾ പറയാണ്, അന്ന് ഞാൻ താലി കെട്ടിയതിൻ്റെ പേരിൽ ഒരു വാശിപ്പുറത്ത് താൻ എൻ്റെ വീട്ടിലേക്ക് വന്നതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണോ താൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്, അതോ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്നോട് അതൊന്ന് തുറന്നു പറയുമെന്ന് വിക്രം ചോദിക്കുകയാണ്. വിക്രം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേദ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അച്ഛനും ശ്രീകാന്തും കൂടെ ചേർന്നിരുന്ന് വിക്രത്തിനെ കൊല്ലാനായിട്ട് ഉള്ള ആയൊരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എൻ്റെ മോളുടെ ജീവിതത്തിൽ അങ്ങനെ ആവാൻ വേണ്ടാന്നൊക്കെ ശങ്കരനാരായണൻ പറയുന്ന കാര്യങ്ങളൊക്കെ വേദ ആലോചിക്കുകയാണ് കേട്ടോ. പക്ഷേ വേദ പറയുന്നില്ല. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത്, എന്താ താൻ മറുപടി പറയാത്തതെന്ന് ചോദിക്കും. അപ്പോൾ വിക്രം വേദ പറയുന്നുണ്ട്, അതെ എന്തായാലും മാലിട്ടിരിക്കല്ലേ, മലയ്ക്ക് പോയിട്ട് വായു, അതിനുശേഷം ഞാൻ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഭാര്യ ഭർത്താവ് ബന്ധം, അതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് വിക്രം മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും പറയുമോ എന്ന് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും പറയാം, എന്താ എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വാസമില്ലാണ്ടല്ല, എന്നാൽ ശരി എന്ന് പറയും. എനിക്കിങ്ങനെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ പറയാനായിട്ടോ. അപ്പോൾ വേദ പറയുന്ന ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കല്ലേ, അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഓരോരുത്തരുടെ മനസ്സിൻ്റെ വേദനയാണ് പ്രാർത്ഥനകളായിട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയാണ്, ഇത്രയും ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാണോ ശ്രീനിവാസൻ്റെ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ തല്ലി വേദനിപ്പിക്കാനും മറ്റും പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം വിഷയം മാറ്റാണ്, അതെ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേദനയെ വിളിച്ച് പോവുകയാണ്. രണ്ടുപേരും കൂടെ ബൈക്കിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ദീപ്തിനോട് പത്മം സംസാരിക്കുകയാണ് കേട്ടോ. ദീപ്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് വളരെ സൗമ്യമായിട്ട് തന്നെ ചോദിക്കുകയാണ്, മോളെ ദീപ്തി, അമ്മ കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് അവിടേക്ക് വരാം കേട്ടോ. ശ്രീകാന്ത്, ഞാനാണ് അവളോട് സംസാരിക്കുന്നത്, നീ ഇടയിൽ കയറി ഒരക്ഷരം പോലും പറഞ്ഞു പോകരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് ശ്രീകാന്ത് അവിടെ ഇരിക്കും. എന്നിട്ട് പറയും, മോളെ, ഈ ഒരു പ്രായത്തിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ സാധാരണമാണ്, സ്വാഭാവികമാണ്, അതിലൊന്നും വേണ്ടാന്ന് അമ്മ പറയൂല. പക്ഷേ അങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അയാൾ ഏത് രീതിയിലുള്ള ആളാണ്, അയാളുമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമാണോ എന്നുള്ളതൊക്കെ കൂടിയിട്ട് ചിന്തിച്ചെടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ദീപ്തി പറയാണ്, അപ്പോൾ വേദേച്ചിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, വേദ സന്തോഷത്തോടു കൂടിയിട്ടാണോ അവിടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ദീപ്തി പറയും, എന്താ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ, അവൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ടൊന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയും. അതെങ്ങനെ ചേട്ടനറിയാം, ചേട്ടൻ അവരുടെ കൂടെയാണോ താമസിക്കുന്നത് എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, മോളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് കേൾക്ക്, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു തോന്നലാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് ഇതൊക്കെ തെറ്റായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും എന്നൊക്കെ പറയാണ്. ചേച്ചി 1 വർഷമായല്ലോ വിക്രം ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ചേച്ചിക്ക് ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കല്ലേ, ചേച്ചി ആ തീരുമാനം മാറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്ന് ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ അമ്മയും മുത്തശ്ശിയും കൂടിയിട്ട്. പാവം ചേച്ചി അങ്ങനെ ഒരു താലി കെട്ടി, അത് പറഞ്ഞ് മനസ്സിലാക്കല്ലേ നിങ്ങൾ വേണ്ടത്. ഒരാൾ നിർബന്ധിച്ച് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനെന്താ നിങ്ങൾ ചെയ്തത്? വിധവരെ വേഷം കെട്ടിച്ച് വീണ്ടും താലി പൊട്ടിക്കലെന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങൊക്കെ ഉണ്ടാക്കി ആ പാവത്തിന് വീണ്ടും പേടിപ്പിച്ചു. അപ്പോഴല്ലേ ചേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയത്? അതിന് കാരണം നിങ്ങളല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ പത്മം പറയുന്നത് ശരിയാണ്, വേദയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് ഉള്ളൊരു കാരണം ഞങ്ങളും കൂടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതെ, നിങ്ങൾ തന്നെയാണ്, മുത്തശ്ശി അമ്മയും കൂടിയിട്ടാണ്
ചേച്ചിയുടെ മേലെ ഇതൊക്കെ ഇങ്ങനെ വിശ്വാസവും അന്ധവിശ്വാസങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചത് ദൈവത്തിൻ്റെ പേരിലാണ് ചേച്ചിയുടെ ജീവിതം പാഴായത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ് അത് ശരി തന്നെയാണ്, പക്ഷേ ഈ വീടിന് ഒരു സൽപ്പേരുണ്ട്, അത് കളഞ്ഞു കുളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് പറയാണ് ദീപ്തി, അപ്പോൾ വരുണിൻ്റെ ജാതിയാണോ ചേട്ടന് പ്രശ്നം? അതേടി, ജാതി എന്താ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി പറഞ്ഞ കോളേജ് കാലഘട്ടത്തിൽ ഒരു ജാതിയുടെയും സ്ത്രീധനത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കണ്ടിട്ട് വലിയ കൊമ്പ് കുലുക്കി നടന്നിരുന്ന ആളാണ് ശ്രീകാന്തേട്ടൻ. അങ്ങനെ ഒരു ശ്രീകാന്ത് ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചി ശ്രീയേട്ടൻ്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നത് അഭിമാനത്തോട് കൂടിയിട്ട് നോക്കി നിന്നിട്ടുണ്ട് ഞാനും ചേച്ചി. അതൊക്കെ ആ കാലത്തല്ലേ, അന്ന് ജീവിതത്തെക്കുറിച്ച് എന്തറിയാം, ഇന്ന് അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയും. എന്താണ് ചിന്തിച്ചാൽ നിന്റെ ചേച്ചി പോയത് ഒരു ഇത്തിരി ഒരു തല്ലുകൊള്ളി ആയിട്ടുള്ള ഒരാളെ കൂടെ തന്നെയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും സാമ്പത്തിക സമനില കുറച്ച് അവർക്കുണ്ട്, ജാതിയും കുഴപ്പമില്ല. പക്ഷേ നീ അങ്ങനെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ദീപ്തി പറയുന്നുണ്ട്, ഇതെൻ്റെ തീരുമാനമാണ്, ഇത് ജാതിയോ മതമോ പണമോ സാമ്പത്തിക ശേഷിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ വരുണിനെ സ്നേഹിക്കുന്നത്. വരുണിനെ ഞാൻ സ്നേഹിച്ചു, എനിക്കിഷ്ടമാണ്, ഞാൻ വരുണിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് നമ്മൾ ദീപ്തിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു ദീപ്തി പറയുന്നത് തൊട്ടു പോകരുത് തന്നെ, ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിലെ ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടനകത്ത് കിടക്കും. അതെ, നിങ്ങളെല്ലാവർക്കും ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ക്ഷീണമാണ്, അതും ഈ കുടുംബത്തിന് അപമാനം തന്നെയാണ്, അത് നന്നായിട്ട് ആലോചിച്ചോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ കൈ താഴ്ത്താണ്. അതിന് ശേഷം പത്മം പറയുന്നുണ്ട്, ദീപ്തി ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, എനിക്കും നിൻ്റെ ഏട്ട ശ്രീകാന്തിനും നിൻ്റെ അച്ഛനും ഞങ്ങൾക്ക് മൂന്നാക്കും നിൻ്റെ ഈ ഒരു കാര്യത്തിൽ ഒറ്റ അഭിപ്രായമാണ്. പക്ഷേ ഒരു കാര്യം, നീ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഈ നിമിഷം തുടങ്ങി ജലപാനം ഞാൻ കഴിക്കില്ല. ആ കാര്യം നീ നന്നായിട്ട് ഓർത്തു വെച്ചോളാൻ പറയാണ്. നീ എന്നാണോ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് അന്ന് മാത്രമേ ഞാനിനി ജലപാനം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ നിന്ന് പോകുമ്പോൾ ദീപ്തി ആകെ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അച്ഛമ്മ പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണ്. കമലാമ്മയുണ്ട്. അപ്പോൾ ശ്രീജയുടെ അടുത്ത് മാഷ് വന്നിട്ട് പറയുമ്പോൾ, ശ്രീജയെ നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഞാൻ ചെയ്യാം, മോള് പോയിട്ട് ഭക്ഷണം കഴിക്കുക. വേണ്ട അച്ഛാ, ഇത് കുറച്ചും കൂടെ ഉള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ കമലാമ്മ പറയാണ്, എന്തായാലും നല്ല രീതിയിൽ തന്നെ കച്ചവടം ഉണ്ട്, കൊണ്ടുപോകുന്നതൊന്നും തിരികെ വരുന്നൊന്നുമില്ല, അത് തന്നെ വലിയ ആശ്വാസം. അപ്പോൾ കച്ചവടം കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റങ്ങളൊന്നും വരുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാഷ്. അപ്പോഴേക്കും വേറൊരു സ്ത്രീ വരികയാണ് കേട്ടോ. അപ്പോൾ സ്ത്രീശക്തിയിൽ ഒരു സ്ത്രീ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്, കമലമ്മ പറഞ്ഞിട്ട് ജോലിക്കായിട്ട്. അപ്പോൾ അവർ പേര് അംബിക എന്നാണ്. അപ്പോൾ ഒരു ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഒരു ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആവശ്യമുണ്ടോയെന്ന് മാഷ് ചോദിക്കും കേട്ടോ. ബിസിനസ് അത്രയ്ക്കൊക്കെ വളർന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയും, അച്ഛമ്മ നാളെ പോകല്ലേ അച്ഛ, അപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാൾ വേണ്ടേ കൈവഴക്കമുള്ളതെന്ന് പറയുമ്പോൾ, ആണോ അമ്മ നാളെ പോകാണോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. എനിക്ക് പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കമലാവൻ പറയും, അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആക്സിഡൻ്റ് ആയി, അതുകൊണ്ടാണ് അമ്മ പോകുന്നത് എന്ന് പറയും. അപ്പോൾ എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല, ഞാൻ ആണ്ടിന് സംക്രാന്തിക്കൊക്കെ വന്നു പോകാം എന്ന് അച്ഛൻ പറയും. ചെറുപ്രായമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുക, കൂടുതൽ അടങ്ങിയൊരുങ്ങിരിക്കാൻ പറ്റില്ല എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീനെയും വിളിച്ചിട്ട് ശ്രീജ വരികയാണ്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലൊന്നും മായ ചേർക്കരുതെന്ന്. പിന്നെ മാഷ് കമലാമ്മയോട് പറയാണ്, ശ്രീജയുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ. ഉയർന്നുയർന്ന് തന്നെയാണല്ലോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയും, അതെ, കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്ന് തന്നെ വലിയൊരു ആശ്വാസമാണ് എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നന്ദിനി ഇങ്ങനെ മുഖം ചരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ മാഷ് പറയും, എന്തോ ചോദിക്കാനുണ്ടല്ലോ നിനക്ക്, എന്താണെന്ന് ചോദിക്കാണ് കേട്ടോ. അച്ഛാ, ഇനി കറി പൗഡർ കൂടെ ഇറക്കണം, അങ്ങനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് മെഷീൻസ് വേണം, മെഷീനറീസ് ഇല്ലാണ്ട് പൊടിക്കാനൊന്നും പറ്റൂല എന്ന് പറയും. അപ്പോൾ നന്ദിനി പറയും, പിന്നെ ഒരു കിലോ അരി പൊടിക്കുന്നതിന് 12 രൂപയേ ഉള്ളൂ, അത് മില്ലിൽ കൊണ്ട് പോയി പൊടിപ്പിച്ചാൽ പോരെ. അപ്പോൾ വിനായകൻ പറയും, അതെ, മില്ലിൽ പൊടിപ്പിച്ചാൽ പോരെ എന്ന് പറയും. അന്നേരം വിശ്വം പറയാണ്, ഇത് ഇത്രയും എമൗണ്ട് ഒന്നും മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാനൊന്നും പറ്റൂല എന്ന് പറയാണ്, അതിന് മെഷീനറീസ് വാങ്ങിയാൽ രക്ഷയുള്ളൂ എന്ന് പറയും. അപ്പോൾ മാഷ് ചോദിക്കുന്നത് എത്ര വേണ്ടി വരും? ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് പറയുകയാണ്. 1.5 ലക്ഷം രൂപ ഇപ്പോൾ എടുക്കാനായിട്ട് വിനായക നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് വേഗം പറയട്ടോ. അപ്പോഴേക്കും നന്ദിനി ഓടി വന്നിട്ട്, പിന്നെ വിനായകേട്ടൻ്റെ കയ്യിൽ എവിടെ നിന്നാണ്? വിനായകേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെ കാലങ്ങൾ കുറയായി, 1.5 ലക്ഷം രൂപയൊക്കെ.
അപ്പം അമ്മ എന്നെ നോക്കണ്ട, ഞാൻ പറഞ്ഞത് കറക്റ്റാ. വിനായകേട്ടന് ബിസിനസ്സൊന്നും അല്ലല്ലോ, ഈ തൂക്കട കമ്മീഷൻ കിട്ടിയിട്ടല്ലേ എന്ന് പറയും. അപ്പോൾ കമലാൻ പറയും, മാഷെ എൻ്റെ കയ്യിലൊരു വളയുണ്ട്, അത് മതി. ആഹാ, പിന്നെ എന്തിനാണ് പത്തായത്തിലിരിക്കുമ്പോൾ പുരപ്പുറത്ത് തപ്പുന്നത്, ആ വള പണയം വെച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പം എന്നാൽ പിന്നെ അച്ഛന് ഭക്ഷണം കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത് തരാം. അപ്പോൾ അതുക്കനെ മതിയമ്മേ, ഞാൻ ശ്രീജനെ സഹായിക്കാൻ പോകുന്നു, നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് വിശ്വനോട് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛൻ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീജയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയ വിക്രമിനെയും വേദനയും കണ്ടില്ലല്ലോ, അവർ വന്നോളൂ എന്ന് കമലാമ്മ പറയാണ് കേട്ടോ മാഷോട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷം നന്ദിനി പറയാണ് കേട്ടോ, അതെ നിങ്ങൾ ഇവരെ മോൻ തന്നെയല്ലേ, നിങ്ങളിവിടെ പടി പോലെ നിൽക്കുന്നിട്ട് നിങ്ങളോട് കഴിച്ചു എന്നൊരു വാക്ക് ചോദിച്ചോ, അതേ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നാണ് വേദനയും വിക്രമിനെയും ഇപ്പം ചോദിക്കുന്നത് കേട്ടില്ലേ, വേദയും വിക്രമും വന്നോന്ന്, ഇപ്പം കാര്യങ്ങൾ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ്.